താങ്കൾ മനഃപൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദയവ് ചെയ്ത് ശ്രീ കെ അനിൽകുമാർ. അങ്ങയുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. താങ്കളുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങാൻ ശ്രീ കെ അനിൽകുമാർ ഞാൻ തയ്യാറല്ല. പാർട്ടി സെക്രട്ടറി ദൈവം നമ്പരാണ് കുറെ നേരമായുള്ളത്. അല്ല സഹിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയുന്നില്ലല്ലോ. ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയാൻ തയ്യാറല്ലോ. അല്ല അങ്ങ് പറയാൻ തയ്യാറല്ലോ ശ്രീ കെ അനിൽകുമാർ. അങ്ങ് ദയവ് ചെയ്ത് ഇറങ്ങിക്കോളൂ ശ്രീ കെ അനിൽകുമാർ. ചർച്ച കൊളവാക്കാതെ വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് തുടങ്ങുന്ന അസാധ്യമായ വൈബുള്ള ഒരു ഭക്തിഗാനം. ആ പാട്ട് അത്രയും പോപ്പുലർ ആയതുകൊണ്ട് മാത്രമല്ല പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാരഡി ഒരു ഇലക്ഷൻ ട്രെൻഡ് രാഷ്ട്രീയ ഗാനമായി പരിണമിച്ചതും കുട്ടികളടക്കം അത് പാടിക്കൊണ്ട് നടക്കുന്നതും അത്രയും ആഴത്തിൽ ഇതുവരെ കാണാത്ത ഒരു ക്ഷേത്ര വഞ്ചന കേരളത്തിന്റെ മനസാക്ഷി ആഴത്തിൽ മുറിവേറ്റത് കൊണ്ടുകൂടിയാണ്. മാപ്പർഹിക്കാത്ത പാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് SIT ആരോപിക്കുന്ന ഒരാൾ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്താണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പത്മകുമാർ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് ആർജവത്തിൽ പറയാൻ ഇന്നും പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ലെങ്കിൽ ആ തത്താപുത്ത നിലപാടിന് ജനം ഒരുങ്ങി വെച്ച് ഓങ്ങിയടിച്ച അടിയാണ് മൂർധാവിൽ ഒന്നാം പരാജയം. എന്തൊരു വാ തുറന്നാൽ കാളകൂട വർഗീയത ആഞ്ഞു പറയുന്ന ഒരു നേതാവിനെ കെട്ടിപ്പിടിക്കൽ കെട്ടിയെഴുന്നള്ളിക്കൽ ആ വെള്ളാപ്പള്ളി പിന്തുണച്ച് ഏതെങ്കിലും ഒരു മുന്നണി ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും കാലത്ത് ജയിച്ച ചരിത്രം കാണിച്ചു തരാവോ? അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ MP ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത് തിരുത്തി പറയുന്ന എന്തിനാണ്? അയാളെ പുറത്താക്കും എന്ന് പറയാൻ മടിയെന്തിനാണ് ശ്രീ കെ അനിൽകുമാർ? ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഹാഷ്മി ഇപ്പൊ തന്നെ കള്ളമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾപ്പിക്കാവോ? ഞാൻ കേൾപ്പിക്കാം. അതാദ്യം കേൾപ്പിക്കും. ഞാൻ കേൾപ്പിക്കാം. ഞാൻ എടുപ്പിക്കാം. കണ്ണൂർ പറഞ്ഞു കേൾപ്പിച്ചോ ഇങ്ങോട്ട് കേൾക്കട്ടെ. പറഞ്ഞു ഇപ്പൊ കേൾപ്പിക്കണോ? ഞാൻ കേൾക്കാം. അത് ആദ്യം ഒന്ന് നോക്കാമല്ലോ. പറഞ്ഞാണ് കേൾപ്പിക്കേ. ബൈറ്റ് എടുത്തോ എന്നിട്ട് ഞാൻ കേൾക്കാം. എന്നിട്ട് ഞാൻ പറയാം. വരാം. അല്ല ബൈറ്റ് എടുത്തോ എന്നിട്ട് ഞാൻ പറയാവുന്നേ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇനി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിൽ ഇതൊരു സെമി ഫൈനലായിട്ടും സർക്കാരിന്റെ ക്രെഡിബിലിറ്റിയെ അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിട്ടും ഒക്കെ വിശേഷിപ്പിച്ചത് CPM തന്നെ നേതാക്കളാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുമെന്ന് അമിത പ്രതീക്ഷയിൽ നടത്തിയിട്ടുള്ള ഒരുപാട് അവകാശവാദങ്ങൾ ഉണ്ടല്ലോ. ആ അവകാശവാദങ്ങളൊക്കെ മുഖവിലക്കെടുത്താൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കേറ്റിട്ടുള്ള കനത്ത പ്രഹരമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായിട്ട് നിലനിൽക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലനം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും. അപ്പൊ ഇതിലും ഭീകരമായ രീതിയിൽ ഇടതുപക്ഷം പരാജയപ്പെടുമെന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള കനത്ത വികാരം, പിണറായി സർക്കാരിനെതിരായിട്ടുള്ള കനത്ത ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് വളരെ ഉത്തരവാദിത്തോടു കൂടി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി പ്രവർത്തിക്കാൻ UDF സാധിച്ചിട്ടുണ്ട്, കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുക്കം ശബരിമല സ്വർണ്ണപ്പാളി വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ആ മോഷ്ടിക്കപ്പെട്ട ആളുകളെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടിൽ വലിയ പ്രതിഷേധം ഈ നാട്ടിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കുണ്ട്. അല്ല, അത് ഞാൻ ഒഴിവാക്കി തരാം, അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കും. കോഴിക്കോട് പോലെ ഒരു കാലത്തും അവർക്ക് വലിയ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏത് രീതിയിൽ തിരിച്ചടിയേറ്റു നമ്മൾ കണ്ടല്ലോ. അവരുടെ കോട്ടക്കൊത്തങ്ങളിലേക്കൊക്കെ UDF കടന്നു കയറി, UDFന്റെ വിജയങ്ങൾ ഉണ്ടായി. ഇതുവരെ UDF ജയിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ജയിച്ചു വന്നു. അതിന്റെ അർത്ഥം എന്താ? വലിയ തോതിലുള്ള മതന്യൂനപക്ഷങ്ങളുടെ വികാരവും ഈ സർക്കാരിനെതിരായിരിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഈ സർക്കാരിനെതിരായി മാറിയിരിക്കും. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. തിരുവനന്തപുരത്ത് ഭരണത്തിലുണ്ടായിരുന്നത് ഇടതുപക്ഷമായിരുന്നു. അവിടെ ഇടതുപക്ഷത്തിന് ബാധ്യതയുണ്ടായിരുന്നു BJPയെ തെരഞ്ഞെടുത്താൻ. ഞങ്ങൾ ആ ബാധ്യത കൃത്യമായി നിർവഹിച്ചു. കോൺഗ്രസിന്റെ സീറ്റുകൾ അവിടെ വർദ്ധിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ പോരാടി പൊരുതി. പക്ഷേ ഒന്ന് പൊരുതി നോക്കുക പോലും ചെയ്യാതെ RSSന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ഈ കേരളത്തെ വിട്ടുകൊടുത്തത്, തിരുവനന്തപുരത്തെ വിട്ടുകൊടുത്തത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ. എന്നോട് ചോദ്യം ചോദിച്ചാൽ ഇതൊരു സാങ്കേതികത്വം ഉണ്ടല്ലോ. ഇതൊരു സാങ്കേതികത്വം ഉണ്ട്, ടെക്നിക്കാലിറ്റി ഉണ്ട്. ഇവിടെ ബൈറ്റ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കണം. അതിനുള്ള ഒരു മിനിമം സമയമുണ്ട്. ആ സമയം ബൈറ്റ് ഉണ്ട്.
ബൈറ്റ് ഉണ്ട് ഇപ്പൊ അവന്റെ ബൈറ്റ് ഇല്ല. ഇപ്പൊ കേൾപ്പിക്കാം. അപ്പൊ അവന്റെ ബൈറ്റ് എന്നാ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ മറുപടി ഉണ്ടോ അതോ ബൈറ്റ് കഴിഞ്ഞിട്ട് മറുപടി മതിയോ എന്നാ അത് ചോദിക്കുന്നത്. വന്നിട്ട് പറയാം. ഓക്കെ, വഴിയിൽ നിന്ന് 2 ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ. ഞാൻ ഇപ്പൊ ഒരു മറുപടിയും പറയണില്ലെന്നേ. ഓക്കെ, ഞാൻ അവരുടെ മറുപടിക്കും ഇല്ല. ഇപ്പോ ശരി, അത് പറയട്ടെ. കുറിച്ച് നുണ നിർമ്മിക്കുന്നു. നുണയൊന്നുമില്ല. നുണ നിർമ്മിക്കുന്നു. എന്ന് പറഞ്ഞു. ആ ഞാൻ ബൈറ്റ് കേൾപ്പിക്കാം. വന്നിട്ട് ഞാൻ മറുപടി പറയാം. ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ, എനിക്ക് ഒരു തിരക്കുമില്ല. ഓക്കെ. ഞങ്ങളിവിടെ കൈകൂപ്പി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ശരി, കൈകൂപ്പി ഒന്നോട്ടെ. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ശരി, ബൈറ്റ് വരട്ടെ. അങ്ങയുടെ സമയത്തിന് ബൈറ്റ് കൊണ്ടുവരിക. ഞാനിവിടെ ഉണ്ടാവും. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ജയിലിൽ കിടക്കുന്ന ആളെ വേറെ സംശയിക്കാനാ? ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. ആ, സംഘടനാ നിലപാട് എന്താ ശ്രീ കെ അനിൽകുമാർ? ഞാൻ ഉദ്ദേശിച്ച ബൈറ്റ് ഇതല്ല. ഉടൻ നടപടി ബൈറ്റ് ഉണ്ട്. അത് അല്പസമയം കഴിഞ്ഞ് കേൾപ്പിക്കാം. താങ്കളെ താങ്കളെ തന്നെ കേൾപ്പിക്കാം. ശ്രീ അനിൽകുമാർ പറഞ്ഞു. അത് കേൾപ്പിക്കും. അല്ല, അത് കേൾപ്പിച്ചിട്ട് മതി. അല്ലല്ല, അത് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം. എനിക്കൊരു പരാതിയില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. അത് കേൾപ്പിച്ചിട്ട് ഞാൻ ചർച്ച പങ്കെടുക്കും. ശരി, പത്മകുമാറിനെതിരെ നിങ്ങൾ നടപടിയില്ല എന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് എന്ത് നുണ ആർക്കും പറയാം. കെ അനിൽകുമാർ പത്മകുമാറിനെതിരെ ഈ പറയുന്ന മാരകമായ ക്ഷേത്രക്കുള്ള കേസിൽ സൂത്രധാരൻ എന്ന് SIT സമർപ്പിച്ച പത്മ നടപടിയില്ല എന്ന് താങ്കൾ പറ. ഞാനിപ്പോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. പത്മകുമാറിനെതിരെ ഉടൻ നടപടി എടുക്കും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 25 മിനിറ്റായി കാത്തിരിക്കുകയാണ്. നിങ്ങളത് കേൾപ്പിച്ചില്ല. ഇനി നിങ്ങൾ കേൾപ്പിക്കുന്നത് വരെ സമയോടുകൂടി കൈ കൂപ്പി ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്കൊന്നും പറയാനില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കാരണം ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കുന്നത്. അത് കാശ്മീരുടെ വക, 24 ചാനലിന്റെ വക ഇരിക്കട്ടെ. നടപടി ഇല്ല എന്നാണോ ശ്രീ പത്മകുമാർ? ശരി, ഞങ്ങൾ ഏതറ്റം വരെയും ശരി, ഞാൻ സമ്മതിക്കാം. അതെന്റെ പിഴവാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ കെ അനിൽകുമാർ അങ്ങ് പറയുന്നത് കുറ്റക്കാരനാണെങ്കിലും അയാൾക്കെതിരെ നിങ്ങൾ നടപടി എടുക്കില്ല എന്നാണോ? ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ പാർട്ടി സെക്രട്ടറി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഈ ചാനലിൽ പറഞ്ഞു. ശരി, നടപടി എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി, നടപടി എടുക്കില്ല. ശരി, നടപടി എടുക്കില്ല. ഞാൻ പറയുന്ന മലയാളത്തിലല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാത്തല്ലോ. അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? എന്തോ അത് സാങ്കേതിക പഠിക്കാൻ അങ്ങ് മറുപടി പറയൂ ശ്രീ കെ അനിൽകുമാർ. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ പ്ലീസ്. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമല്ലേ? ഞാനൊരു കൊച്ചുകുട്ടിയായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു കൊച്ചുകുട്ടികളെ നിങ്ങൾ വിളിക്കാതിരിക്കുക. ഞങ്ങൾ കൊച്ചുകുട്ടികളെ വിളിക്കാതിരിക്കുക. അതാ നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം. ഞാൻ കേൾപ്പിച്ച എം.പി. ഗോവിന്ദൻ സംഘടനാ നടപടി എന്താ? നിങ്ങൾ പറഞ്ഞ ബൈറ്റ് ഉണ്ട്, കേൾപ്പിക്കൂ, മറുപടി ഉണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടനാ നടപടി എന്താ? മലയാളത്തിലല്ലേ പറയുന്നത്? ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്? ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടനാ നടപടി എന്താ? എങ്ങനെ? ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ ഈ ചാനലിൽ നുണ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ക്ഷേത്രക്കൊള്ളയിലെ പ്രതിയായ നിങ്ങളുടെ സെക്രട്ടറി നടപടി ഇല്ല എന്നെങ്കിൽ അത് പറയൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട തീർപ്പാക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് 24 ചാനൽ നുണ പറഞ്ഞു. നല്ലപോലെ ആഞ്ഞു തള്ളു സാറേ. സമ്മതിച്ചാൽ ഏത് വിഷയത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, ഏത് വിഷയത്തിൽ താങ്കൾ പറയുന്നത്? അതായത് നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന ഒരു പ്രതിക്കെതിരെ നടപടി എടുത്തു എന്ന് നടപടി എടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി ആയിക്കോട്ടെ, ഞങ്ങൾ കേട്ടെന്നേ. അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഉണ്ടാക്കിയത് നുണ എന്ന് സമ്മതിച്ചാൽ ഞാൻ ബാക്കി പറയാം. ഓക്കെ, ഞാൻ തിരികെ നമ്മുടെ വളരെ ശേഷം നുണയല്ല. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. സന്ദീപ് വാര്യർ, ഇവിടെ ഇപ്പൊ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് എം.പി. ഗോവിന്ദൻ പറഞ്ഞതാണ്. ഇനി ഉടൻ എന്ന വാക്കിൽ പിടിച്ചാണ് ശ്രീ കെ അനിൽകുമാർ പറയുന്നതെങ്കിൽ അതെന്ത് ന്യായമാണ്? പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവില്ല എന്നിവർ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയുന്നില്ലല്ലോ. ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയാൻ തയ്യാറല്ലോ. ചർച്ചയ്ക്ക് നിങ്ങൾ പോയാൽ അങ്ങ് പറയാൻ തയ്യാറല്ലോ ശ്രീ കെ അനിൽകുമാർ. അല്ല, അങ്ങൊന്നും പറയാൻ തയ്യാറല്ല. എന്റെ ചോദ്യം സന്ദീപിനോടാണ്. സന്ദീപിനോടാണ് എന്റെ ചോദ്യം. സന്ദീപിനോടാണ്. എന്നെ ഇരുത്തിയാ ചർച്ച വേണ്ട. അല്ല, ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയാൻ തയ്യാറല്ലോ. അങ്ങ് ഒന്നും മിണ്ടാൻ തയ്യാറല്ലോ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിച്ചു. നുണയാണോ എന്നൊക്കെ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തി. അല്ല, നുണയാണോ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ ശ്രീ അനിൽകുമാർ. അതിന് ഞാനില്ല. അതിന് എനിക്ക് സൗകര്യപ്പെടുകയില്ല. എനിക്കതിന് ഉദ്ദേശമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇല്ലെന്ന് എനിക്ക് താങ്കൾ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് സന്ദീപിലേക്ക് പോകാതിരിക്കാൻ കഴിയുമോ? ആദ്യം ചെയ്യേണ്ട കാര്യം, താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല. താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ തയ്യാറല്ല. എന്റെ ഒരു ഉടൻ എന്നുള്ള വാക്കിൽ പിടിച്ച് അങ്ങ് തൂങ്ങുകയാണ് എന്ന് കരുതി എനിക്ക് ബാക്കി ആരോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടെണ്ണം പടച്ചാലോ? ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാനൊന്നും തൂങ്ങിയിട്ടില്ല. ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ സംഘടനാ നടപടി എന്ന് പറയുന്നുണ്ട്.
ചർച്ചയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരിക. ഞാൻ താങ്കളെ കേൾപ്പിച്ച ബൈറ്റിൽ എന്നെ ഒഴിവാക്കി സംഘടനാ നടപടി തരിക. ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അത് നമ്മള് വേറെ വഴിക്കൊന്നും പോകണ്ട. അല്ല, അതിൽ തൃപ്തനാണോ ഞാൻ താങ്കൾ? പറയുന്നത് ഞാൻ നിങ്ങൾ കേൾപ്പിച്ച പച്ച ബൈറ്റിൽ നുണ പറഞ്ഞു. പത്മകുമാർ ജയിലിലാണല്ലോ, പച്ച നുണ സംഘടനാ നടപടി പറഞ്ഞു. ഉണ്ടാകും എന്ന് പറയുന്നില്ലേ? പിന്നെ ഞാൻ തല്ലണില്ല, മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ശ്രീ കെ അനിൽകുമാർ, അല്ലെങ്കിൽ സന്ദീപിലേക്ക് പോകണം. അല്ല, നിങ്ങൾ സന്ദീപിലേക്കോ ആരുടെ അടുത്തേക്ക് പൊക്കും, അങ്ങനെ ഒന്നും ഭയപ്പെടുത്തണ്ട കേട്ടോ. പിന്നെ ഒച്ച വെച്ചാണ് ഞാനിങ്ങനെ വഴങ്ങുക, അതും വേണ്ട, അതും പേടിക്കുന്നില്ല. ബേബിയുടെ ചൊറിച്ചിലേ ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നുണ പറഞ്ഞ ഹാഷ്മി എന്ന അവതാരകനോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. എന്റെ കൃത്യമായ പോയിന്റാണ്. രണ്ടിലൊന്ന് ഹാഷ്മിക്ക് തീരുമാനിക്കാം. നമ്പർ 1, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാചകം അങ്ങനെ ഒരു ബൈറ്റില്ല എന്ന് ഞാൻ നിങ്ങൾ കേൾപ്പിച്ച ബൈറ്റ് എന്താ സമ്മതിക്കണം. ശ്രീ കെ അനിൽകുമാർ? സമ്മതിച്ചാൽ ഞാൻ തുടരും. ഞാൻ കേൾപ്പിച്ച ബൈറ്റ് എന്താ? പിന്നെ അത് പറഞ്ഞു തരും. ബൈറ്റ് എന്താന്ന് കേട്ടവർക്കറിയാം. എന്താ? എനിക്ക് മറുപടി ഇല്ല. എന്താണ് ആ ബൈറ്റ്? അത് കേട്ടവർക്കറിയാം. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എവിടെ എന്നോട് ചോദിച്ച ചോദ്യം, പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഓക്കെ, ശരി, ഓക്കെ, വിട്ടേക്കോ, വിട്ടേക്കോ. 2 തവണ പറഞ്ഞു. ശരി, ഓക്കെ, ഓക്കെ, അത് ഓക്കെ. കേൾക്കാനായി അരമണിക്കൂർ കാത്തിരിക്കുന്നു. സംഘടനാ നടപടി ഉണ്ടാകും, അരമണിക്കൂർ കാത്തിരുന്നിട്ടും സംഘടനാ നിലപാട് ഉണ്ടാകുമെന്ന് എം പി ഗോവിന്ദൻ പറഞ്ഞ് ഞാൻ അങ്ങ് കേൾപ്പിച്ചു. നിങ്ങൾ അവിടെ നിൽക്കട്ടെ. സംഘടനാ നിലപാടുണ്ടാകും എം പി ഗോവിന്ദൻ പറഞ്ഞ ഞാൻ അങ്ങ് കേൾപ്പിച്ചു. ഇനി അങ്ങേക്ക് അങ്ങ് തീരുമാനിച്ചോളൂ. ഇനി വിനയപൂർവ്വം അങ്ങ് തീരുമാനിച്ചോളൂ. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അല്ലല്ല, ഞാൻ നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി. നിങ്ങളെ തീരുമാനിച്ച് നിങ്ങൾ അടുത്ത ആളിലേക്ക് പോകുമോ, മൂന്നാമത്തെ ആളിലേക്ക് പോകുമോ, വേറെ ആളെ കൊണ്ടുവരും. ഇത് ഹാഷ്മി ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? ഒന്ന് അത് പറയൂ. അത് പൊട്ടിച്ച വിഷയമാണ്. ഇവിടെ വിളിക്കരുത്. ശരി, ഇത് നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഉപായം കാണിക്കരുത്. ഇരുന്ന് തരണമെങ്കിൽ നിങ്ങൾ പാർട്ടി സെക്രട്ടറി ആരാ? ദേവൻ നമ്പരാണ്. കുറെ നേരമായല്ലോ ഇത്. അല്ല സന്ദീപ്, ഇവിടെ പാർട്ടി സെക്രട്ടറി നടപടി എടുക്കുന്നു പറഞ്ഞ ക്ഷേത്രക്കൊള്ള കേസിൽ അകത്ത് കിടക്കുന്ന ഒരാളെ പറ്റിയാ പറയുന്നേ. അതിലേക്ക് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ ഉടനിൽ കയറി പിടിച്ച് തോന്നുന്നേ? അത് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് സന്ദീപ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് മറുപടി ഇല്ലാന്നോ നിങ്ങൾക്ക്? ഞാൻ നിന്നെ പോലെയല്ല, ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ച ഞാൻ ആടാം. എനിക്ക് മറുപടി ഇല്ലാന്നോ? നിങ്ങൾക്ക് മറുപടി ഇല്ല പിന്നെ ഇവിടെ വന്നിരിക്കോ? അല്ല, ഒരു വാക്ക് തരിക. നിങ്ങൾ ഒന്നും നിങ്ങൾ അനിൽകുമാറിനോടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം. അല്ല, ഞാനിത് സംസാരിക്കാനാ. എന്നെ ഒഴിവാക്കി നാട്ടുകാർക്ക് പറഞ്ഞാലും കേൾക്കണ്ടേ? ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നുണ പറയുന്നവരോടൊപ്പം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അയാൾക്ക് ഡിവോഴ്സ് കൊടുക്ക്. എതിരാളിയല്ല, നിങ്ങൾ അവതാരകനാണ്. അവതാരകൻ സത്യസന്ധത അവതാരകൻ സത്യസന്ധത പുലർത്തുന്നില്ല. സത്യസന്ധത പുലർത്താത്ത അവതാരകനോടൊപ്പം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്നെ ഒഴിവാക്കിയോ? എന്നെ ഒഴിവാക്കി. താങ്കൾക്ക് തീരുമാനിച്ചു എന്നെ ഒഴിവാക്കിയെങ്കിൽ എന്നെ വിടുതൽ ചെയ്യാം. അല്ല, നിങ്ങൾ താങ്കൾക്ക് മറുപടി ഇല്ല. താങ്കൾ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇറങ്ങിക്കോളൂ. അങ്ങയുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. അങ്ങയുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. താങ്കളുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങാൻ ശ്രീ കെ അനിൽകുമാർ ഞാൻ തയ്യാറല്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? ആണെങ്കിൽ താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കോളൂ. അനിൽകുമാർ എന്റെ സമയമാണ്. ശരി, അല്ല, താങ്കൾ തീരുമാനിക്കുകയാണെങ്കിൽ താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കോളൂ ശ്രീ കെ അനിൽകുമാർ. താങ്കൾ എന്റെ അതിഥിയാണ്. താങ്കൾ ഇറങ്ങിപ്പോ ഞാൻ പറയുന്നത്. സന്ദീപ് പറയൂ. താങ്കൾ മറുപടി ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഇറങ്ങി പോവാണെങ്കിൽ അങ്ങ് തീരുമാനിച്ചിറങ്ങി പൊക്കോളൂ. സന്ദീപ്, എനിക്ക് പൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദയവ് ചെയ്ത് ശ്രീ കെ അനിൽകുമാർ. സന്ദീപ് പറയൂ. അങ്ങ് ദയവ് ചെയ്ത് ഇറങ്ങിക്കോളൂ ശ്രീ കെ അനിൽകുമാർ. ചർച്ച കൊളവാക്കാതെ പ്ലീസ്. എന്നാൽ ഇവനെ സമ്മതിക്കണം. ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. സർവശക്തൻ